അതിരടി കണ്ടുവന്നിരിക്കുകയാണ്. ഗംഭീര എന്റർടൈനർ ആണ്. അതായത് തിയേറ്ററിനകത്ത് ഓളം ഉണ്ടാക്കുന്നതിൽ പൂർണ്ണമായും വിജയിച്ചിരിക്കുകയാണ് ബേസിൽ, ടൊവിനോ, വിനീത് ശ്രീനിവാസ്. അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ക്യാമിയോ റോൾ കൂടി ഈ സിനിമയിലുണ്ട്. ക്യാമിയോ വന്നതുകൂടി തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ പൂരപ്പറമ്പായി മാറി. മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കോളേജ് വൈബ്, ആ ഒരു വൈബ് ആസ്വദിക്കുന്നവർക്ക് ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ്. 2.5 മണിക്കൂറിന് മുകളിലുള്ള ഈ പടം അടിപൊളി എന്റർടൈൻമെന്റ് ആണ്. പിന്നെ ബേസിലിന്റെ ആ ഒരു മേക്ക് ഓവർ, നമ്മൾ ആ ഒരു ബേസിലിന്റെ മേക്ക് ഓവർ കണ്ടിട്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയും ശ്രദ്ധ കിട്ടിയത്. അത് സ്ക്രീനിനകത്ത് കാണുമ്പോൾ വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു മേക്ക് ഓവർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് അദ്ദേഹം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതാണ് ടൊവിനോ തോമസിന്റെ ഒരു സെക്കൻഡ് ഇൻട്രോ ഉണ്ട്, ഒരു രക്ഷയില്ല. ഗംഭീര മാസം, ഒരു ഗ്രേ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ഒരു സാൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലൊക്കെ ടൊവിനോയും തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെലൂലു ആയ റിയ ഷിബു നല്ല ഒരു നായികാവേഷം. മൊത്തത്തിൽ നോക്കിയാൽ കോളേജ് ക്യാമ്പസ് എന്റർടൈനർ ആയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര നമുക്ക് ചിന്തിച്ച് ഭയങ്കര കണ്ടിരിക്കേണ്ട ഒരു വലിയ കഥയുള്ള അങ്ങനെയുള്ള ഒരു സിനിമയല്ല. പക്ഷേ 2.5 മണിക്കൂറിനധികം നിങ്ങളെ ഒരു ക്യാമ്പസ് സ്റ്റോറി കണ്ട് എൻജോയ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. ടെക്നിക്കൽ സൈഡൊക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും അതുപോലെ തന്നെ ക്യാമറ വർക്ക് ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായാലും അതിരടി അടുത്തൊരു 100 കോടി ക്ലബിലേക്ക് കയറും എന്ന് തന്നെയാണ് ഇതിന്റെ ആദ്യ ദിന പ്രീമിയർ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഗംഭീര അഭിപ്രായമായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിയാറായപ്പോഴേക്കും കൂടുതൽ നല്ല അഭിപ്രായം സിനിമയ്ക്ക് വരികയാണ്. നല്ല ബുക്കിംഗ് ആണ് തിയേറ്ററിൽ ഉടനീളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിൽ, ടൊവിനോ, അതുപോലെ തന്നെ ഒരു ക്യാമിയോ, ആ ക്യാമിയോ ആണെന്ന് നിങ്ങൾ പലരും അറിഞ്ഞിരിക്കും, പക്ഷെ നമ്മളത് പുറത്തു വിടുന്നില്ല. എല്ലാം കൊണ്ടും തിയേറ്ററിൽ യൂത്തിനും അതുപോലെ തന്നെ ഫാമിലിക്ക് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. അല്ലാതെ അങ്ങനെ അതിഗംഭീര വയലൻസോ കുട്ടികൾ കാണാതിരിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഒരു ആംഗിളിൽ പറഞ്ഞ് നമുക്കൊരു ബേസിലിന്റെ ആവേശം എന്നൊക്കെ പറയാം. കാരണം അതിലൊരു കോളേജ് ക്യാമ്പസ്, അവിടെ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നു. ആ ഒരു ലെവലിൽ തന്നെയാണ് സിനിമ മൊത്തം മുന്നോട്ട് പോയത്. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ കളർഫുൾ എന്റർടൈനേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. നമ്മുടെ മലയാളത്തിൽ അങ്ങനെയുള്ള സിനിമകൾ, നമുക്ക് ഡാർക്ക് ത്രില്ലറും പോലീസ് സ്റ്റോറി അങ്ങനത്തെ മിസ്റ്ററികൾക്കിടയിൽ ഇങ്ങനെ ഒരു കളർഫുൾ ചിത്രം കാണുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. അതുപോലെ വളരെ സന്തോഷമുണ്ട് ടൊവിനോയെ ഇങ്ങനെ ഒരു നല്ലൊരു ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് മുതലെടുത്തുകൊണ്ടുള്ള ഒരു റോള് എല്ലാവരും കട്ടയ്ക്കാണ്. അപ്പോൾ ഉടനെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണുക. അതിരടി അതിഗംഭീര എക്സ്പീരിയൻസ് ആണ്.